പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിച്ചു തുടങ്ങാം. സങ്കീർത്തനങ്ങൾ 37 അധ്യായത്തിൻ്റെ 6 വാക്യം. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം എനിക്ക് സാഗറിൽ നിന്ന് ഇന്നലെ വൈകിട്ട് ഇവിടെ എത്താൻ ദൈവം സഹായിച്ചു. അതും ഒരു അത്ഭുത സാക്ഷ്യമാണ്. തത്കാൽ ടിക്കറ്റൊക്കെ കിട്ടുന്നത് തന്നെ പാടാണ്. എനിക്ക് ലാസ്റ്റ് തത്കാൽ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു. അതെനിക്ക് ദൈവം സഹായിച്ച് തന്നു. ഐ റിയലി താങ്ക്ഫുൾ ടു പാസ്റ്റർ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പാസ്റ്റർ പ്രാർത്ഥിച്ച ആ ദിവസം മമ്മ പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കേട്ട് കഴിഞ്ഞു, ദൈവം എനിക്ക് തത്കാൽ കിട്ടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം അവിടെ എക്സാം എഴുതി, നല്ലതായിട്ട് എക്സാം എഴുതി തിരിച്ച് ഇവിടെ എത്താൻ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം പാസ്റ്റർ ഇപ്പം എന്നോട് പറഞ്ഞു വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യണമെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ ഉടനെ ആരാണേലും ഉടനെ ആണെങ്കിലും വെപ്രാളം വരും. അയ്യോ ഇനി എന്തോ പറയണ്ടേ ആരാണേലും. അപ്പം അങ്ങനെ പാട്ട് പാടുമ്പോൾ നമ്മൾ പാട്ട് പാടിയില്ലേ, ഗീതം ജയ ജയ ഗീതം. അപ്പോൾ ആ ടോപ്പിക് ജയം എനിക്ക് വന്നു. പിന്നെ എൻ്റെ അകത്ത് പൗലോസ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഏറ്റവും ആദ്യം പൗലോസ് പറഞ്ഞത്, ഞാൻ എൻ്റെ അവിടുത്തെ മിനിസ്ട്രിയും ഞാൻ നോക്കുമായിരുന്നു. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അനേകരോട് സുവിശേഷം പറയുമ്പോൾ അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ ഒത്തിരി പ്രാവശ്യം ഓർക്കും ഇവർക്ക് എന്തോ യോഗ്യതയുള്ളത്, അല്ലെങ്കിൽ ഇവരിങ്ങനെ ചുമ്മാ നടക്കുന്ന പോലെ തന്നെ, ഇവർ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലാത്ത പോലെ. അപ്പം പൗലോസ് എന്നോട് പറഞ്ഞു, അൺഎക്സ്പെക്റ്റഡ് സെലക്ഷൻസ് ആ ദൈവത്തിൻ്റെ. പ്രൈസ് ദി ലോർഡ്. പൗലോസും ആ സമയത്ത് പെർസിക്യൂട്ട് ചെയ്യാൻ പോവായിരുന്നു ദൈവത്തിൻ്റെ ജനങ്ങളെ. പക്ഷേ ദൈവം അവിടെ ഇടപെട്ട് ദൈവം ഈ പൗലോസിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ തന്നെ നമ്മൾ ഓർക്കണം. ഞാനും അവിടെ ഓർക്കുന്നു, ഞാനും ഒത്തിരി പ്രാവശ്യം എൻ്റെ അവിടുത്തെ എല്ലാ BSc സ്റ്റുഡൻസിനോട് ഞാനിങ്ങനെ സുവിശേഷം പറയുമ്പോൾ ചിലപ്പം കേൾക്കത്തില്ല, ചിലപ്പം കേൾക്കും. പക്ഷേ നമ്മൾക്കറിയണം ദൈവത്തിന് എപ്പം വേണേലും കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വാക്യം കാണുന്ന പോലെ വിശ്വാസത്താൽ ജീവിക്കും. നമ്മൾ വിശ്വാസം കൊണ്ട് ജീവിക്കുന്നുണ്ട്. ദൈവം അവരെ തൊടും, ദൈവം അവരിൽ മാനസാന്തരം വരുത്തും. പ്രൈസ് ദി ലോർഡ്. അവരും നമ്മൾക്കറിയണം അവരും ദൈവത്തിൽ വരാനുള്ളവരാണ്. പിന്നെ രണ്ടാമത്തെ പൗലോസിൻ്റെ കാര്യം നമ്മൾ കാണുന്നത്, റൺ ദ റേസ് വിത്ത് എൻഡ്യോറൻസ്. അപ്പം ആ വാക്യമുണ്ട്, ഞാൻ കിരീടം ലഭിക്കാൻ. അപ്പം പൗലോസ് ഇങ്ങനല്ല, എൻ്റെ ജീവിതം ഞാൻ ഇത്ര ഓടിയത് വ്യർത്ഥമാണ്, അതുകൊണ്ട് ഒരു ഗുണമില്ല, അങ്ങനല്ല. പൗലോസിന് അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ പൗലോസിന് അറിയാം, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും ഞാൻ ഓടിയത് അത് വ്യർത്ഥമല്ല. എനിക്കൊരു കിരീടമുണ്ട്. ക്രൗൺ ഓഫ് ലൈഫ് ഇസ് കെപ്റ്റ് ഫോർ മീ. ആൻഡ് അത് ഇവിടുത്തെ ഏത് കിരീടം കാട്ടിലും ഏറ്റവും വിലയേറിയ ഒരു കിരീടമാണ് ആ കിരീടം. പ്രൈസ് ദി ലോർഡ്. ആ കിരീടം നേടാനാണ് നമ്മൾ എല്ലാവരും ഓടുന്നത്. ഹല്ലേലൂയ. ഇവിടുത്തെ ഒരു ഓട്ടവും അത് പെർമനൻ്റ് അല്ല. ഇവിടുത്തെ എല്ലാ ഓട്ടം ഇവിടെ കൊണ്ട് തീരും. അവിടുത്തെ ഹല്ലേലൂയ അങ്ങോട്ട് നമ്മൾ ഓടുന്നത്. നമ്മുടെ ലക്ഷ്യം ആ കിരീടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലേക്കിൻ പിന്നെ നമ്മൾ കാണുന്നുണ്ട് സഫറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി പ്രാവശ്യം പറയും, എല്ലാ പാസ്റ്റേഴ്സ് പറയുന്നത് ജയവും ബ്ലെസ്സിങ് ആണ്. സഫറിങ് ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഓർക്കുമായിരുന്നു, ഇന്നലെ ഞാൻ വീട്ടിൽ വരുന്നു, ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ യാത്ര ചെയ്ത്. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, പപ്പ എനിക്ക് കൊണ്ട് പറ്റുമോ ഇത് തന്നെ യാത്ര ചെയ്യണം, ഇത്രയും ട്രെയിൻ, ഇവിടെ സ്റ്റേഷൻ, അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ഓർക്കുമായിരുന്നു, വീട്ടിലെത്തുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. വീട്ടിലെത്തുമ്പോൾ മമ്മയുടെ ഫുഡുണ്ട്, യാത്ര ഉണ്ട്, ചർച്ചുണ്ട്, എന്തോ സുഖമായിരിക്കും. അപ്പം ഈ യാത്രയുടെ ഇടയ്ക്കുള്ള ആ ഒരു ടെൻഷൻ, ആ ബേർഡൻ, അതൊക്കെ മറന്നു പോകും. നമ്മൾ ഓർക്കും, വീട്ടിൽ എത്തുമ്പോൾ എനിക്ക് എന്തോ സന്തോഷമാണ്. നമ്മുടെ വീട് അംബാനിയുടെ വീടല്ലായിരിക്കും, പക്ഷേ നമ്മുടെ വീടാണ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ തന്നെ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തൊരു സന്തോഷമാണ്. ഈ യാത്രയുടെ ഇടയ്ക്ക് നമ്മൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കും, എങ്ങനെയാണെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. നമ്മൾക്കറിയത്തില്ലല്ലോ. എല്ലാ ദിവസവും നമ്മൾ ഇവർ പറയുന്ന പോലെ പുനർജന്മമല്ലല്ലോ, നമ്മൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ നമ്മൾ എന്താ. അപ്പം എല്ലാ ദിവസവും പുതിയ അനുഭവങ്ങളായിരിക്കും. ചില ദിവസം നല്ലതായിട്ട് പോകും, ചില ദിവസം നല്ല അല്ലായിരിക്കും. പക്ഷേ ഈ കഷ്ടതയിൽ കൂടി പോയി ആസ് റിഫൈൻഡ് ബൈ ഫയർ. പക്ഷെ നമ്മൾ ഇറങ്ങുന്ന ഒരു ഗോൾഡ് പോലാണ്, ലൈക്ക് പ്യോർ ഗോൾഡ്. എത്ര വാല്യൂ ഉള്ള ഗോൾഡാണ്. സോ ഇറ്റ് ഈസ് സോ അമേസിങ് ദാറ്റ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ആൻഡ് പിന്നെ നമ്മൾ നാലാമത്തെ കാര്യം നോക്കേണ്ടത്, പൗലോസ് പറഞ്ഞു, ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ഞാനൊരു നല്ല കോച്ചാണ്. പക്ഷേ ഞാൻ ഒത്തിരി കോച്ചസിനെ കണ്ടിട്ടുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഞങ്ങളുടെ ഒരു കോച്ച് ഉണ്ടായിരുന്നു. വയറൊത്തിരിയും വലിയതാണ്, അപ്പം എങ്ങനെ ഓടുന്നതെന്ന് അറിയത്തില്ല. ബാക്കി എല്ലാവരും കോച്ച്. അപ്പം അങ്ങനെ കോച്ചൊക്കെ ചിലരെ ഡിസ്ക്വാളിഫൈ ആകാൻ പറ്റും. സോ പൗലോസ് പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 9 അധ്യായം 27 വാക്യം, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊല്ലരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്
എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശരീരം. സോ ദ ഫ്ലഷ്ലി ഡിസയർസ് നമ്മളെ എല്ലാ പ്രാവശ്യവും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റാൻ നോക്കും. നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട്, നമ്മൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഓർക്കുന്നുണ്ട് എത്രത്തോളം സുവിശേഷം അറിയിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പ്രാർത്ഥന ജീവിതം കുറച്ചാൽ, ഞാൻ എൻ്റെ ആത്മാവിനോടുള്ള റിലയൻസ് കുറച്ചാൽ, ദെൻ I myself will be disqualified. നമ്മൾക്കറിയാം ഈ ശരീരത്തെ ഫൈറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ശരീരം കൊണ്ട് ശരീരത്തിൽ അത് ഫൈറ്റ് ആകാൻ പറ്റത്തില്ല. ദാറ്റ് വി നോ ദാറ്റ് ഗലാത്യറിൻ്റെ 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനെയും ആത്മാഭിലാഷം ജഡത്തിനെയും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ചെയ്യണം. ഞങ്ങളുടെ അവിടെ ജീസസ് മിഷൻ്റെ ഒരു ചേച്ചിയുണ്ട്, ഏഞ്ചൽ ചേച്ചി. എന്നോടൊപ്പം സംസാരിച്ചാലും ഇത് പറയും, ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, പക്ഷേ ഇതുകാട്ടിലും ഒരു വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, എല്ലാ സമയത്തും നിൻ്റെ കൂടെ ഇരിക്കുന്ന അതാ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ യാത്ര ചെയ്തപ്പോഴും പരിശുദ്ധാത്മാവെ കേട്ടാണ്, പരിശുദ്ധാത്മാവ് എങ്ങോട്ടാണ് പോകണ്ടേ, എനിക്ക് ഒരാൾ എനിക്ക് എന്തോ ചെയ്യണം, അതിലും പരിശുദ്ധാത്മാവ് കറക്റ്റ് ടൈമിൽ നമ്മൾക്ക് തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആൻഡ് നമ്മൾക്കറിയണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലവുമാണ് സെൽഫ് കൺട്രോൾ. ഞാനത് ഓർത്തു, ദൈവമേ സെൽഫ് കൺട്രോൾ അതെൻ്റെ അല്ലേ, ഞാനല്ലേ സെൽഫ്, അപ്പം ഞാൻ കൺട്രോൾ ചെയ്താൽ. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ നമ്മുടെ സെൽഫ് കൺട്രോൾ തന്നെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അനേകർ അവർ പറയുന്നു മെഡിറ്റേഷൻ ചെയ്തു, ഇത് ചെയ്യുന്നു, പക്ഷെ അവരുടെ എത്ര കേസസാണ് മർഡർ കേസസും അതൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്കുള്ള സെൽഫ് കൺട്രോൾ. ആൻഡ് നമ്മൾ ആദ്യം വായിച്ച വാക്യം പോലെ, അവൻ നിൻ്റെ നീതിയെ പ്രഭാതം പോലെയും നിൻ്റെ ന്യായത്തെ മധ്യാഹ്നം പോലും പ്രകാശിക്കും. ലൈക്ക് അതിൻ്റെ അർത്ഥം ഇതാണ്, ആർ ഇന്നോസെൻസ് ആർ ജസ്റ്റിസ് ആസ് ദ നോൺ ഡേ. അതിൻ്റെ അർത്ഥം ഞാൻ പിന്നെ നോക്കിയപ്പം നമ്മുടെ ഈ ലോകത്തിലും പിന്നെയും വരാനുള്ള ലോകത്തിലും ജയം നൽകുന്നത് ദൈവമാണ്. ഹീ വിൽ ഷോ ആർ ജസ്റ്റിസ്. നമ്മളുടെ ന്യായം ദൈവം എല്ലാവരുടെയും മുമ്പിൽ, ആരൊക്കെ നമ്മളെ പരിഹസിച്ചോ, ആരൊക്കെ നമ്മളെ നിന്ദിച്ചോ, ആരൊക്കെ പറയും നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല, നിങ്ങൾ വീക്കാണ്, ഒന്നും പറ്റാൻ പോകുന്നില്ല നിങ്ങളെ കൊണ്ട്, നിങ്ങളുടെ മിനിസ്ട്രി കൊണ്ട് ഒന്നും പറ്റാൻ പോകുന്നില്ല, അതൊക്കെ പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ ഈ വാക്യം ദൈവം ഒരു ദിവസം അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കും. നമ്മുടെ നീതി അവരുടെ മുമ്പിൽ, ഹല്ലേലൂയ, എല്ലാവരും കാണും മുമ്പേ ലൈക്ക് ഉച്ചയ്ക്കുള്ള ആ സണ്ണ് പോലെ, ഏറ്റവും കൂടുതൽ പ്രകാശമുള്ള ആ സണ്ണിനെ പോലെ എല്ലാവരുടെ മുമ്പിൽ നമ്മുടെ നീതിയെ ദൈവം കാണിക്കും, നമ്മുടെ ജയം ദൈവം കാണിക്കും. അതിവിടെ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തുമ്പോൾ ഹല്ലേലൂയ, ആ ന്യായത്തിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ, നമ്മൾ ജയത്തോട്, നമ്മൾ ആനന്ദത്തോട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മൾ കാണും നമ്മുടെ നീതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതെന്തൊരു ആനന്ദത്തിൻ്റെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദിവസത്തിനോ ഹല്ലേലൂയ നമ്മൾ കാത്തിരിക്കാം, ആത്മാവിൻ്റെ ബലത്തിൽ, ആത്മാവിൻ്റെ ശക്തിയിൽ മുന്നേറാം. ഹല്ലേലൂയ. ദൈവം ഏവരെയും സഹായിക്കട്ടെ. അവിടുത്തെ ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. താങ്ക് യു all for praying. Pastor, thank you for this time you have given. God bless you all. Amen.